ഹായ് ഗൈസ്, ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു പലാസോ പാൻറ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നതെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മുടെ പാൻറ്. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോകുന്ന ഈ ഒരു ക്രോപ്പ് ടോപ്പ് വെച്ചിട്ടാണ്. ഈ ഒരു ക്രോപ്പ് ടോപ്പ് ഞാൻ വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിഗോ കളർ സാരി ഉണ്ടല്ലോ, അപ്പോൾ അത് എടുത്തപ്പോഴത്തേനും ഞാൻ ബ്ലൗസൊന്നും തയ്ക്കാൻ വയ്യാത്ത കൊണ്ടിട്ട് ഈ ഒരു ബ്ലൗസ് അല്ല ഈ ഒരു ടോപ്പ് വെച്ചിട്ടാണ് ഞാനത് ബ്ലൗസിന് വേറെ ഇട്ടിട്ടാണ് ഞാൻ ആ സാരി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാറ്. അപ്പം ഇതിങ്ങനെ വീട് എടുത്ത് വെച്ചേക്കുമായിരുന്നു. ഞാൻ അധികം അങ്ങനെ ക്രോപ്പ് ടോപ്പ് വണ്ണുള്ളതാണ്, ക്രോപ്പ് ടോപ്പ് യൂസ് ചെയ്യുന്നത് കുറവാണ്. സോ ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് പോയത് ഇതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി പെയർ ചെയ്യാം, എങ്ങനെ ഇരിക്കുന്നു കാണിച്ചു തരാം. സോ അപ്പം ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാം ഇങ്ങനെ. അപ്പം ഡ്രസ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കറക്റ്റ് ലുക്കിലേക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു കമ്മൽ പെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നമുക്കൊരു ബീച്ച് വൈബ് ആ ഒരു സെറ്റപ്പിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ അത്യാവശ്യം വേസ്റ്റ് സൈഡിൽ ഓഫറും കൂടി വന്നപ്പോഴത്തേനും ഞാൻ വാങ്ങിച്ച കമ്മലാണ്. ഇനി ഞാൻ ഒരു കയ്യിൽ ഈ വളയും ഒരു കയ്യിൽ ഈ വാച്ചുമാണ് ഇടാൻ പോകുന്നത്. ആദ്യം നമുക്ക് വള ഇടാം. ഓക്കെ, അതിട്ടുണ്ട്. ഇനി നമുക്ക് വാച്ച്. സോ നമ്മളിപ്പം ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു. ഇനി ഹെയറും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആകും. ഇപ്പോൾ നമുക്ക് ഹെയർ അഴിച്ചിടണമെങ്കിൽ ഹെയർ ജസ്റ്റ് ഒന്ന് അഴിച്ചിടാം, അതല്ല നമുക്ക് കെട്ടിവെക്കണമെങ്കിൽ അങ്ങനെ കെട്ടിവെക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി അത്യാവശ്യം മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ വേണമൊരു പൊട്ട് വേണമെങ്കിൽ പൊട്ടും കൂടി. നമുക്കിപ്പോൾ ഇനി ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യാം. ഈ കുഞ്ഞ് ക്ലിപ്പുകളുണ്ടല്ലോ, നമുക്കൊരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ നോക്കാം. അത് നമ്മൾ സെറോക്കെ ഇട്ട് മുടി ഒന്ന് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരെയാണ് വകച്ചിലിടുന്നത് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വകയാം. എന്നിട്ട് ഈ ഫ്രണ്ടിലത്തെ ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, ഇവിടുന്ന് മാത്രം ഒരു ഇച്ചിരി മുടി ഇങ്ങനെ എടുക്കുക. ഇത് നമുക്ക് വേണേൽ നോർമലായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പിന്നിട്ടിട്ട് ക്ലിപ്പ് ചെയ്യാം. ഓക്കെ, ഇത്ര നെയ്ത്തറ ഉള്ളു എടുക്കുന്നത്. അതിന് അതിട്ട് കൊടുക്കാം. ഞാൻ ഈ ഡ്രസ്സിൻ്റെ കളർ വെച്ചിട്ടുള്ള 2 കളറാണ് എടുത്തത്, ഗ്രീനും അതുപോലെ തന്നെ മറ്റൊരു ഷെയ്ഡ്. ക്യൂട്ടായിട്ടുണ്ടോ? നമ്മൾ സെയിം ഇപ്പോഴത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പിന്നിടുക. നമ്മൾ ഈ ഒരു വശം വരെ കൊണ്ടുവന്നുള്ള ഇനി കുക്ക് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇവിടുന്ന് 2 മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തിടുക. നമുക്കിതൊരു പൊട്ടിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതും കൂടി അങ്ങനെ നികത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം അതുകൂടി പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.